ട്രഡീഷണൽ ഡ്രസ്സിൽ ഇങ്ങനെ പല ഏരിയയിൽ നിന്ന് വന്ന ഇവരൊക്കെ നേപ്പാളീസ് തന്നെയാണ്. പല ഏരിയയിൽ നിന്ന് വന്ന ആളുകൾ ഇങ്ങനെ ഫോട്ടോസ് എടുക്കണേ, ജാവ്യതാക്കണേ, ഫോട്ടോ എടുത്തെടുക്കണേ. സുഹൃത്തുക്കൾ, നമ്മൾ ഓട്ടോ യാത്ര ഒന്ന് എത്തി നിൽക്കണതേ നേപ്പാളിലെ ഏറ്റവും മോസ്റ്റഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള വില്ലേജിലാണ് കേട്ടോ. ആ നിൽക്കണ കണ്ടങ്ങൾ ഹിമാലയമാണ് കാണുന്നത്. ഹിമാലയൻ പർവ്വതം അന്നപൂർണ ബേസ് ക്യാമ്പിൻ്റെ ഒക്കെ അടുത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഗാന്ത്രൂക്ക് വില്ലേജിലാണ്, ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാന്ത്രൂക്ക് വില്ലേജിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ ഞാനൊന്ന് കാണിച്ചു തരാം എനിക്ക്. ഈ വില്ലേജിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ, എത്രത്തോളം പീസ്ഫുള്ളായിട്ടാണ് ഇവർ താമസിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭംഗി എന്താണിത് നോക്കി. നമ്മൾ ഫോട്ടോയിലൊക്കെയാണ് ഇത് കാണുള്ളൂ, അതാണ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. പക്കാ സമാധാനപരമായിട്ടുള്ള അത്രയും നല്ല മനുഷ്യന്മാരും എത്രത്തോളം ആക്കണേ. ഓരോരുത്തർ അവർ ഫുഡൊക്കെ കഴിച്ച് ആരുടെ വീടാണ്, ഇതുപോലെ ടീമിൻ്റെ വീടാണ്. ഫുഡൊക്കെ കഴിച്ച് വളരെ സന്തോഷമായിട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കണം നോക്കി മൊബൈലിൽ. അവിടെ ആക്കണ ഒരാൾ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ പരിപാടി. ഹിമാലയം നിൽക്കണ നോക്കി, ഹിമാലയത്തിൻ്റെ ഒരു കൊമ്പാണ് കാണുന്നത് കേട്ടോ. കണ്ടങ്ങൾ മഞ്ഞിൽ കുളിച്ചിങ്ങനെ നിൽക്കണേ. ആഹാ, അവർക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഓരോ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ പോയി നോക്കുക. എന്താ ഇതിന് പറയാൻ, നമുക്ക് ഈ ഒരു നിമിഷം ഉണ്ടല്ലോ നമ്മളിവിടെ നിൽക്കണ ഈ ഒരു സമയം, അത് ഏറ്റവും മെമ്മറബിളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അത്രയും ഞാൻ സന്തോഷവാനാണ്. കാരണം നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മളേറ്റവും മാനസികമായിട്ട് സന്തോഷിക്കുമ്പോഴാണല്ലോ. ആ ഒരു ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇവർക്ക് നെറ്റ്വർക്കിനൊന്നും ഒരു പ്രശ്നമില്ല, അത്രയും ഹയസ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹിമാലയത്തിൻ്റെ അടുത്താണെങ്കിൽ പോലും ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, സ്കൂളുണ്ട്, ഇവിടെ എല്ലാ കാര്യങ്ങളും വരുത് അടിപൊളിയായിട്ടാണ് പോകുന്നത് കേട്ടോ. സ്റ്റെപ്പുകൾ തന്നെ നോക്കി നിങ്ങൾ, ഇവരുടെ ഓരോ വീട്ടിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളൊക്കെ നോക്കി, എന്ത് ഭംഗിയാണ്. പിന്നെ അവർ മതിൽ പണിത, അവരെ മതിലാണിത്, എന്തോ ഒരു ചുറുക്കിലാണ് അവർ മതിൽ പണിതുണ്ട്. ഓരോ തരം മരങ്ങളും അതൊക്കെ നോക്കി നിങ്ങൾ. ഏതാ നടവയൊക്കെ, ഇവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ പോയപ്പോൾ നമുക്കിങ്ങനെ പോവാൻ തോന്നും. ഇത്രയും അടിപൊളി വില്ലേജിൻ്റെ ഉൾഭാഗങ്ങളിലൂടെ ഉണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണതേ. നടവഴികളൊക്കെ നോക്കി. ഇപ്പം നല്ലൊരു വ്യൂ കിട്ടും, അടിപൊളി വ്യൂ. ആഹാ, നിൽക്കണ നോക്കി, ഹിമാലയം നിൽക്കണ നോക്കി മക്കളെ. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേപ്പാളിൽ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വരുന്ന വില്ലേജാണ്, ഏക വില്ലേജാണ് ഈ പറഞ്ഞ ഗാന്ത്രൂക്ക് വില്ലേജ്. അതിൻ്റെ ബ്യൂട്ടി അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ഭയങ്കര ടൂറിസം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. 2 വഴിയാണ് ഇങ്ങോട്ടുള്ളത്. ഗാന്ത്രൂക്ക് പൊക്കാറ സിറ്റിയിൽ നിന്നാണ് ഈ 2 വഴിയും ഉള്ളത് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചായക്ക് 100-150 ഉറുപ്പ് കൊടുക്കണം, ഒരു ബിരിയാണിക്ക് 1000 to 1500 രൂപ കൊടുക്കണം. അതാണ് നിലവിലെ ഗാന്ത്രൂക്ക് വില്ലേജിൻ്റെ അവസ്ഥ. അപ്പോൾ വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കുക്കിങ്ങൊക്കെ ചെയ്തിട്ടേ അത്രയും എമൗണ്ട് കുറഞ്ഞു കിട്ടും. ഹെവി എമൗണ്ടാണ്. വരുന്ന ടൂറിസം അതിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഇവർ ചിന്തിക്കുന്നത്. കാരണം ഇവരെ ഫുള്ള് ടൂറിസത്തുമ്മലാണ്, ഇവരെ A to Z വരുമാനം. കണ്ടില്ലേ, ഫുള്ള് കടകൾ, അതിൻ്റെ ഉള്ളിൽ മൊത്തം ഉള്ളിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ ടൂറിസമാണ്. അങ്ങനെ അജാതി സ്ഥലങ്ങളാണ്, അത്ര അടിപൊളി സ്ഥലമായതുകൊണ്ട് തന്നെ പക്കാ ടൂറിസ്റ്റിനെ മേക്ക് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് ഈ നടവഴികളൊക്കെ കണ്ടില്ലേ, ഫോറിൻസോളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും വരെ ഫോറിൻസോള്. അത് നടന്ന് കരച്ച് താഴ്ഭാഗത്തേക്കൊന്ന് പോയി നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മസ്റ്റ് വിസിറ്റാണ്. നേപ്പാൾ വരുമ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസാണ് ഇത്. പക്ഷെ നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഫുഡൊക്കെ നമ്മൾ കഴിയണം മാക്സിമം. ഫുഡ് കഴിച്ചിട്ട് പുറത്ത് കഴിച്ചിട്ട് ഇവിടെ കയറിയാൽ, പുറത്ത് കഴിക്കുകയാണെങ്കിൽ അടുത്തോടെയും ഹോട്ടലൊന്നുമില്ല, ഉണ്ടാക്കി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തത്. കുട്ടീനാട്ട് നോക്കി ഒരു ഫാമിലിയാണിത്, അവരുടെ വീടാണ്. ഓരോരുത്തർ അവരുടെ വീട്ടിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്, ഇത് ഹോം സ്റ്റേ സെറ്റാക്കിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു റൂട്ട് എന്ന് പറഞ്ഞില്ല, ഇങ്ങോട്ട് വരാനുള്ള
ആ റൂട്ടാണ് ആ കാണുന്നത്. ഇവിടുന്ന് ഏറ്റവും വലിയ പ്രത്യേകത എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഹിമാലയം കാണാൻ പറ്റും. ഓക്കെയാണി ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പറഞ്ഞാൽ തന്നെ പ്രത്യേക വൈബാണ്. ഓരോരുത്തർ ഫുഡ് കഴിക്കണം നോക്കി. ഇപ്പോൾ ഉള്ളത് ഗാന്ത്രൂക്കിലെ ഓൾഡ് വില്ലേജിലാണ് കേട്ടോ. അതായത് ഇവിടെ 2 തരം സിസ്റ്റത്തിലുള്ള വില്ലേജുകളാണ്. വീടുകൾ നോക്കി. മോനെ സ്റ്റെപ്പുകളൊക്കെ. ഇതിപ്പോൾ ഒരു നായ്ക്കുട്ടിതാ. എവിടെ നോക്കിയാലും ഹിമാലയ പർവ്വതനിരകൾ. കോയിൻ്റെ സൗണ്ടൊക്കെ കുറേ കാലത്തിൻ്റെ ശേഷം കേൾക്കണേ. ഈ വീട് നോക്കി നിങ്ങൾ. നമ്മളെ കാണുന്നതാ വീഡിയോയിൽ. നമ്മളാ പയ്യെ കൾച്ചർ എന്നാൽ ഭയങ്കര ഒരു ഭംഗി ഒട്ടും ചോരാതെ പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കണം. ഈ കൊട്ടയിലാണ് കേട്ടോ ഇവർ പിന്നെ സാധനങ്ങളൊക്കെ. നമസ്തേ ചോട്ടക്കുട്ടി. ഈ കൊട്ടയിലാണ് അവർ സാധനങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ. അവർ മേലത്തെ റൂം നോക്കി. എന്തുപോലെ ഹൈറ്റ് ഇല്ല കേട്ടോ വീടൊന്നും. വളരെ ഹൈറ്റ് കുറവാണ്. ഇത് നമ്മളെ തല തട്ടും മേൽഭാഗം. അതുകൊണ്ട് എൻ്റെ കൈയാണ് ഇപ്പോൾ ഈ തട്ടുന്നത്. തീരെ ഹൈറ്റില്ല. നമ്മൾ നിൽക്കുമ്പോൾ ഇത്ര ഹൈറ്റ് ഇതിന് വരുന്നുള്ളൂ കേട്ടോ. വളരെ കുറഞ്ഞ ഹൈറ്റ്. ഇത് കാണുമ്പോഴാണ് മനസ്സിന് മല നോക്കി. ഇവരൊക്കെ എപ്പോഴും ഞാൻ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഇവരെപ്പോൾ നേരത്തെ ചിന്തിച്ചെന്ന് വെച്ചാൽ ഇവരൊരു ദിവസത്തെ റുട്ടീന്, അതായത് ഇവർ ഉണരുന്നത് ഹിമാലയം കണ്ടിട്ടും ഉറങ്ങുന്നത് ഹിമാലയം കണ്ടിട്ടുമാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവരൊരു ഭാഗ്യവാന്മാർ എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. ഇവിടെ ഓട് നോക്കി ഇവർ വെള്ളം ചോരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കല്ലിൻ്റെ പാളികളാണ് ഓടാക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആക്കി ഓരോ വഴികളിലെ ഓരോ സ്ഥലത്തേക്കും ഓരോ ഊട് വഴികൾ. ഒരു കുതിര വരും നോക്കി. കുതിര അത് കൈതേ ബ്രോ ക്രോസാണ്. അയ്യോ ഒരു പെൺകുട്ടി ഇതാ അവിടെ തുണി അലക്കലും പരിപാടി. ചെറിയ കുട്ടികളാണ് കേട്ടോ. എല്ലാ വർക്കും നിങ്ങൾ എടുക്കും വീട്ടിലെ വർക്കുകളൊക്കെ. ഈ നടവഴി നോക്കി നിങ്ങൾ. ഒരുപാട് ആളുകൾ ഈവനിങ് വൈബിലാണ്. ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്. ഹിമാലയം ഇങ്ങനെ മങ്ങി തുടങ്ങിട്ടോ കാഴ്ചകളെ. അതൊക്കെയാണ് എന്തോ രസമല്ലേ. ചൊറുക്കിൻ്റെ കട്ടപ്പൂ. ട്രഡീഷണൽ ഡ്രസ്സിൽ ഇങ്ങനെ പല ഏരിയയിൽ നിന്ന് വന്ന ഇവരൊക്കെ നേപ്പാളീസ് തന്നെയാണ്. പല ഏരിയയിൽ നിന്ന് വന്ന ആളുകൾ ഇങ്ങനെ ഫോട്ടോസ് എടുക്കണേ. ജാവിതാക്കണേ ഫോട്ടോ എടുത്തെടുക്കണേ. ഇവർ കണ്ടോ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സിലാണ് ഇവർ നിൽക്കണത്.